ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ എ.കെ. ബാലന്റെ വിവാദ പ്രസ്താവനയെ തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. എ.കെ. ബാലന്റെ പരാമർശം നിരുത്തരവാദപരമെന്ന് M.V. ഗോവിന്ദൻ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം നൽകി. പാർട്ടി അതിനെ തള്ളിക്കളയുന്നു എന്നും CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഗോവിന്ദൻ പറഞ്ഞു. അർജുൻ രാജുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, ജില്ലാ കമ്മിറ്റിയിൽ ഒരു പക്ഷേ എ.കെ. ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ടാകും. ആ ഘട്ടത്തിലാണോ ഗോവിന്ദന്റെ മറുപടി? പിണറായി ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടല്ല സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മൊത്തം ആശയക്കുഴപ്പത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ആനന്ദ്, പിണറായി വിജയൻ കുറെ കൂടി ഇക്കാര്യം എന്താണ് ബാലനെന്ന് വിശദീകരിക്കുമ്പോൾ എ.കെ. ബാലൻ അത് പൂർണ്ണമായും തള്ളുകയാണ്. എ.കെ. ബാലന്റെ പ്രസ്താവനയെ തള്ളിക്കൊണ്ടുള്ള സമീപനമാണ് M.V. ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലും ഈ ചോദ്യത്തിന് ഒഴിഞ്ഞു മാറുകയും പാർട്ടി പറയേണ്ടത് പാർട്ടി പറയും എന്നുള്ളതായിരുന്നു M.V. ഗോവിന്ദന്റെ പ്രതികരണം. എങ്കിലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടന്ന പ്രതികരണത്തിൽ എ.കെ. ബാലന്റെ പരാമർശം നിരുത്തരവാദപരമാണെന്ന് M.V. ഗോവിന്ദൻ നിലപാടെടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഒരു സാങ്കല്പിക ചോദ്യത്തിനാണ് എ.കെ. ബാലൻ മറുപടി നൽകിയത്. അത് സാങ്കല്പികമായി ഉത്തരം നൽകി എന്നുള്ളതാണ് M.V. ഗോവിന്ദൻ പറയുന്നത്. പാർട്ടി അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്ന സമീപനം കൂടി M.V. ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. മുഖ്യമന്ത്രി പക്ഷേ എന്താണ് എ.കെ. ബാലന് പറഞ്ഞത്, എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിശദീകരിക്കുകയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചെയ്തത്. മുൻ അനുഭവമുണ്ട്, മാറാട് കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അർജുൻ, അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യത്തിൽ വ്യക്തത വേണ്ടത്. CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ എ.കെ. ബാലന്റെ പരാമർശങ്ങൾ ശരിയായില്ല, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തരം പരാമർശങ്ങൾ വേണ്ടിയിരുന്നില്ല എന്ന ഗുരുതരമായ വിമർശനം ഉയർന്നിട്ടുണ്ടാകുമോ? അതുകൊണ്ടാണോ ഈ നിലപാട് M.V. ഗോവിന്ദൻ സ്വീകരിച്ചത്? സ്വാഭാവികമായി ആ വിഷയം ചർച്ച ചെയ്തതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം M.V. ഗോവിന്ദൻ അങ്ങനെ ഒരു മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് വിലയിരുത്താം. നേരത്തെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിന് അടക്കം ഇത്തരത്തിലൊരു വിമർശനം എ.കെ. ബാലനെതിരെ ഉണ്ടായിട്ടുള്ളതായി വാർത്തകൾ വന്നിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് M.V. ഗോവിന്ദൻ നൽകിയിട്ടുള്ള മറുപടി കൂടിയാണ് ഇന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് എ.കെ. ബാലന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുന്നതാണ്. അത് ഒരു സാങ്കല്പിക ചോദ്യത്തിന് നൽകിയിട്ടുള്ള സാങ്കല്പിക മറുപടി എന്ന നിലയ്ക്കാണ് M.V. ഗോവിന്ദൻ വിശേഷിപ്പിക്കുന്നത്. കുറച്ചുകൂടി വിശദീകരിച്ചാണ് ഇന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി നൽകിയത്. മുൻ അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു പരാമർശം എ.കെ. ബാലന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പക്ഷേ അത് ആ നിലപാടിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നതല്ല M.V. ഗോവിന്ദന്റെ പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതൊരു നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടെന്ന് M.V. ഗോവിന്ദൻ പറയുന്നുണ്ട്. അതൊരു സാങ്കല്പിക ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടി എന്ന നിലയ്ക്ക് കണ്ടാൽ മതി എന്നുള്ളതാണ് M.V. ഗോവിന്ദൻ നൽകിയിട്ടുള്ള വിശദീകരണം. ശരി, വ്യക്തമാണ്. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി വീണ്ടും എ.കെ. ബാലനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും RSSും ചേർന്ന് വർഗീയ കലാപങ്ങൾക്ക് ശ്രമിച്ചു എന്ന എ.കെ. ബാലന്റെ പ്രസ്താവനയെ CPIMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ തള്ളിക്കളയുകയാണ്. ഒരു സാങ്കല്പിക ചോദ്യം, സാങ്കല്പിക ഉത്തരം, അതുമാത്രമാണ് എ.കെ. ബാലന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറയുന്നു. പക്ഷേ അല്പസമയത്തിന് മുൻപാണ് മുഖ്യമന്ത്രി എ.കെ. ബാലന്റെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്.